ഹലോ ഗുഡൂസ്, ക്യൂഫർ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ചെടിച്ചട്ടിയായിട്ടാണ്. എന്താണെന്നല്ലേ, അത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇതിനുവേണ്ടി ആക്സസിൻ്റെ ബേക്ക് ലൈനറുകളും ക്ലച്ച് പുള്ളിയും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 5 ലെയറുകളിലായിട്ടാണ് നമ്മൾ പൂച്ചട്ടി ക്രമീകരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ലൈനറുകൾ 5 വശത്തേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഗ്ലൂ ഉപയോഗിച്ച് ബേസ്മെൻറ്റ് ക്രമീകരിക്കാം. ഇതിനെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനറുകൾ യഥാസ്ഥാനത്ത് ക്രമീകരിച്ചതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ക്ലച്ച് പുള്ളി നമ്മൾ മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നു. അത് നമ്മൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. ചെടിച്ചട്ടി പൂർത്തിയാകുമ്പോൾ അവസാനം അതിൻ്റെ നടുഭാഗം ലെവലായി വെക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ക്ലച്ച് പുള്ളി ഒട്ടിക്കാതെ വിടുന്നത്. ബാക്കിയുള്ള 4 ലെയറും ക്ലച്ച് പുള്ളിയുടെ മുകളിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ പൂച്ചട്ടിക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയാണ് ലൈനറുകൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങളത് കുറച്ച് ബെറ്റർ ലുക്കിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം. ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ലൈനറിൻ്റെ വെക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും. നമ്മളിവിടെ 5 ലെയർ സെറ്റ് ചെയ്യുന്നതിന് 20 ലൈനർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലെയറിൻ്റെ എണ്ണം കൂട്ടുവാൻ വേണമെങ്കിൽ ലൈനറുകളുടെ എണ്ണവും കൂട്ടിയാൽ മതി. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുവോ അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ അത്രത്തോളം സെലക്റ്റീവ് ആയിരിക്കണം. എല്ലാവരും ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും, അത് സിമെൻറ്റിൻ്റെ ഉണ്ട്, മണ്ണിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഉപയോഗമല്ലാത്ത വസ്തുക്കളിൽ നിന്നും ഒരു ചെടിച്ചട്ടി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. നമുക്കിനി ഫൈനൽ ലെയർ കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളങ്ങനെ 5 ലെയറും ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മളെ വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടി ഒന്ന് കളറാക്കാം. അതിനുവേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ഗ്ലോസി സ്പ്രേ പെയിൻ്റാണ്. പെയിൻറ്റ് ഓരോ ലൈനറിലായിട്ട് നമ്മൾ നന്നായി അപ്ലൈ ചെയ്യുക. എല്ലാ ലൈനറിലും എത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഔട്ട്ലുക്ക് ഗംഭീരമാക്കാൻ സാധിക്കുകയുള്ളൂ. ബ്ലാക്ക് കുറച്ച് എഫക്റ്റീവായിട്ട് ആ പ്രൊഡക്റ്റിനെ എടുത്ത് കാണിക്കുക എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഓരോരുത്തരും ഇഷ്ടമനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാം കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. എന്നാൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് ഏറ്റവും ബെറ്ററായി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പെയിൻറ്റ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെടി നടാൻ ആരംഭിക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ കാർഡ്ബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം മണ്ണ് നമുക്ക് കറക്റ്റ് ലെവലായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വശങ്ങളിലും പുള്ളിയുടെ സെൻറ്റർ ഭാഗത്തുമായിട്ട് കാർഡ്ബോർഡ് സെറ്റ് ചെയ്യും. നമ്മളിവിടെ കാർഡ്ബോർഡ് എടുത്തു എന്ന് മാത്രം. ഇനി ഗ്രോ ബാഗിൽ ഹോൾസ് ഇട്ടതിന് ശേഷം അതിറക്കി വെച്ചാലും മതിയാവും. കാർഡ്ബോർഡ് കുറച്ച് കഴിയുമ്പോൾ മണ്ണിനോട് സെറ്റാവുന്നത് കൊണ്ടാണ് കാർഡ്ബോർഡ് എടുക്കാൻ കാരണം. കാർഡ്ബോർഡ് നമ്മൾ നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടി മുഴുവനായും മണ്ണ് നിറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ പതിയെ നമുക്ക് മണ്ണ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പരമാവധി പുറത്തൊന്നും പോകാത്ത രീതിയിൽ സെറ്റ് ചെയ്യാം. മണ്ണ് മുഴുവനായിട്ട് മുകൾ ഭാഗം വരെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. മുഴുവനായും വെള്ളം അപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെടി നടാവുന്നതാണ് കേട്ടോ. ചെടിയുടെ അടിഭാഗം നന്നായി ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് മണ്ണും കൂടി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ചെടിയുടെ ചുറ്റുഭാഗത്ത് മണ്ണിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമെടുത്ത് നനച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.